അപ്പോൾ എൻ്റെ വണ്ടി ടെസ്റ്റ് വർക്കിന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പെയിൻറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വൈകിട്ടൊന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പാടവും തോടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫാമിലി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ നല്ല ഒരു വൈബാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ. അപ്പുറത്ത് അകലെ നോക്കിയ കാടും മലകളൊക്കെ കാണാം. കണ്ടോ, ഈ തെങ്ങിൻ്റെ മുകളിൽ കുരുവിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ക്യാമറയിൽ അത്ര ക്ലിയറായിട്ട് കുരുവിക്കോട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് പാടത്ത് കൃഷിയൊക്കെ നടക്കുന്ന സമയത്ത് പന്നിയും ഇതൊക്കെ വരുമ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെ കഷ്ടപ്പാടല്ലേ. കുറച്ച് അരി കിട്ടണമെങ്കിൽ, നെല്ലൊക്കെ കിട്ടണമെങ്കിൽ നല്ല പാടാണ്. അവർ ഉറക്കവും ഒക്കെ കളഞ്ഞിട്ട് ഈ പാടത്ത് വന്നിട്ട് വേണം ഉറക്കമൊഴിക്കാൻ. ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ നെല്ല് പോവും. എന്തായാലും ഓരോരുത്തർ ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിക്കുന്ന അന്നം. എന്തായാലും ഞങ്ങൾ നല്ലൊരു ഉണ്ടോ സൂര്യാസ്തമയം സമയമാണ്. നല്ലൊരു സംഭവമാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ വേറൊരു വൈബാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പിള്ളേർക്കൊക്കെ നല്ല താല്പര്യമാണ്. പിള്ളേർ എന്നും പോകണമെന്നാണ് പറയണത്. പക്ഷേ എൻ്റെ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങും. ഇപ്പോൾ വണ്ടി കയ്യിലില്ലാത്ത കാരണമാണ് ഇങ്ങോട്ട് ഇറങ്ങിയേക്കണത്. എന്തായാലും നല്ല രസമാണ് കേട്ടോ. കണ്ടോ, എല്ലാവർക്കും ഇവരൊക്കെ ഹാപ്പിയാണ്. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പോകുമ്പോൾ, പുറത്തേക്ക് പോകുമ്പോൾ ഇവരും വീട്ടിൽ തന്നെയല്ലേ. ഇവർക്കതുപോലെയൊക്കെ അടുത്ത സ്ഥലങ്ങളാണ്. നമ്മൾ ദൂരത്ത് കുറേ പൈസ ചിലവാക്കി പോകുമൊന്നും വേണ്ട. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പൈസ കുറവുള്ളവർക്കൊക്കെ ഇത് ഇങ്ങനത്തെ ട്രിക്ക് യൂസ് ചെയ്യാം. വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയണം. മുറ്റത്തെ മുല്ലയ്ക്ക് നല്ല മണമുണ്ട് കേട്ടോ. നല്ല ഒരു ഫീലാണ് കേട്ടോ. വൈകിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്ക്, അടിപൊളിയാണ്. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും ഈ കാലാവസ്ഥ.